Hello dear children, welcome to the online class of Vidyasagar. Today we are going to watch the rest of the story Matchbox. We found that Nomida was collecting the dirty clothes to hand over to the washerman, and there he found a letter from the pocket of her husband Ajit. It was a letter which was opened and read by him and was left in the pocket. She found that it was a letter written by her mother. The mother was describing her misfortunes in the letter, and the letter shows the pathetic economic condition of Nomida's mother. And we also found that mother of Nomida was very proud of her daughter's life and also about her son-in-law. But what about the son-in-law Ajit? Ajit did not consider her mother as the mother considers him, because whenever there comes a letter from Nomida's mother, he just laughs it away, saying that there is no need to read the letter, just fill out a money order form. And that's why Nomida warned her mother not to write letters and postcards. She thought that if mother writes letters in envelopes, it will not be read by anyone else. But what happened? Ajit earned the key of the letter box and collected the letters coming to Nomida's name, opened and read those letters, and then only hands them over to Nomida. So it was the fate of the letters that are coming in envelopes. That much we have finished. So let us go to the next part of the story. Suddenly, Nomida flames into anger at her mother. ഇങ്ങനെ കത്ത് വായിച്ചുകൊണ്ടിരിക്കുന്ന നൊമിത, അമ്മ എൻവലപ്പിലാണ് എഴുതുന്നതെങ്കിലും അജിത്ത് അത് പൊട്ടിച്ച് വായിക്കുകയാണ്, അതുമൂലം അവൾക്ക് ഇൻസൾട്ട് ഉണ്ടാകുന്നു എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്ന നൊമിത ഫ്ലെയിംസ് ഇൻ ടു ആങ്കർ അറ്റ് ഹെർ മദർ. പെട്ടെന്ന് അവൾക്ക് അമ്മയോട് ദേഷ്യം തോന്നി. വൈ ഡസ് ഷീ കീപ്പ് ഓൺ ബെഗിങ് ലൈക്ക് ദിസ്? എന്തിനാണ് ഈ അമ്മ ഇങ്ങനെ യാചിച്ചു കൊണ്ടേയിരിക്കുന്നത്? അമ്മ കത്തെഴുതുമ്പം അതിനകത്തുള്ളതെല്ലാം ഒരുതരം റിക്വസ്റ്റാണ്, യാചനയാണ്. അമ്മയുടെ ദുരിതങ്ങൾ എന്തൊക്കെയാണ് എന്ന് എഴുതി അയക്കലും സഹായം അഭ്യർത്ഥിക്കലും ഒക്കെയാണ് അതിനകത്തുള്ളത്. എന്തിനാണ് ഈ അമ്മ ഇങ്ങനെ എപ്പോഴും ബെഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? വൈ വോണ്ട് ഷീ ലെറ്റ് നൊമിത കീപ്പ് ഹെർ സെൽഫ് റെസ്പെക്റ്റ്, ഹെർ ഡിഗ്നിറ്റി? എന്തുകൊണ്ടാണ് അവളുടെ ആത്മാഭിമാനം സംരക്ഷിക്കുന്നതിന്, അവളുടെ അന്തസ്സ് സംരക്ഷിക്കുന്നതിന് ഈ അമ്മ അനുവദിക്കാതിരിക്കുന്നത്? അമ്മ ഇങ്ങനെയൊക്കെ എഴുതുമ്പം അതിൽ ഏറ്റവും കൂടുതൽ അപമാനം അനുഭവിക്കുന്നത് നൊമിത തന്നെയാണല്ലോ. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ അവളെ അപമാനിതയാക്കാൻ വേണ്ടിയിട്ട് അമ്മ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? അമ്മയ്ക്ക് അറിയില്ലേ? നോ, ദിസ് ടൈം ഷീ വിൽ റൈറ്റ് ആൻഡ് ടെൽ ഹെർ മദർ ക്ലിയർലി, ഐ കാൻ ഡു എനി മോർ, ഡോണ്ട് ഹോപ്പ് ഫോർ എനിത്തിങ് ഫ്രം മീ. അതുകൊണ്ട് തന്നെ അവൾ തീരുമാനിച്ചു, ഇല്ല, ഇത്തവണ ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല. ഇത്തവണ ഷീ വിൽ റൈറ്റ് ആൻഡ് ടെൽ ഹെർ മദർ ക്ലിയർലി, അമ്മയോട് കർക്കശമായിട്ട് ഇങ്ങനെ പറയണം, അമ്മയോട് എഴുതുമ്പം ഇങ്ങനെ വേണം പറയാനുള്ളത്. ഐ കാൻ ഡു എനി മോർ, എനിക്ക് കൂടുതലൊന്നും ചെയ്യാൻ പറ്റില്ല. ഡോണ്ട് ഹോപ്പ് ഫോർ എനിത്തിങ് ഫ്രം മീ, എൻ്റെ അടുത്തുനിന്ന് ഇനിയൊന്നും പ്രതീക്ഷിക്കേണ്ട, എൻ്റെ സഹായമൊന്നും പ്രതീക്ഷിക്കേണ്ട. അമ്മ എപ്പോഴും ഇങ്ങനെ ബെഗ് ചെയ്യേണ്ട കാര്യമില്ല, എനിക്കിനി ഇങ്ങനെ കത്തെഴുതിയിട്ട് പ്രയോജനമൊന്നും ഇല്ല എന്ന് അമ്മയോട് വളരെ കർക്കശമായിട്ട് പറയണം എന്നവൾ തീരുമാനിച്ചു. അപ്പോൾ നൊമിതയുടെ അമ്മയെ സംബന്ധിച്ച് നമ്മൾ നേരത്തെ കണ്ടത് അവരൊരു വിഡോയാണ്,
എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവർക്ക് അവരുടെ സംരക്ഷണം ഏറ്റെടുക്കാൻ ഒരു ഭർത്താവോ അല്ലെങ്കിൽ ഒരു മകനോ ആരും തന്നെ ഇല്ല. അപ്പോൾ അവർ ആകപ്പാടെ അവർക്ക് ഭൂമിയിലുള്ളൊരു ബന്ധു എന്ന് പറയാവുന്നത് അവരുടെ ഈ മകൾ മാത്രമാണ്. അങ്ങനെയുള്ള മകളോടല്ലേ അവരിതൊക്കെ എഴുതി അറിയിക്കുക. അങ്ങനെയാണെന്നിരിക്കലും മകൾ അവളുടെ ആത്മാഭിമാനം സംരക്ഷിക്കണം, അല്ലെങ്കിൽ അവളുടെ ആ കുടുംബത്തിൽ അവളുടെ അന്തസ്സ് നിലനിർത്തണം എന്നൊക്കെ ആഗ്രഹിക്കുന്നത് കൊണ്ട് അമ്മയോട് കുറച്ച് ഹാർഷായിട്ട് പറയേണ്ടി വരും, എനിക്കിനി ഇങ്ങനെ എഴുതരുത്. കാരണം ഇതെല്ലാവരും കാണുമ്പം അവൾക്കുണ്ടാകുന്ന ആ ഒരു ഇൻസൾട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നൊമിത അങ്ങനെയൊക്കെ ചിന്തിച്ച് നോക്കിയത്. ആൻഡ് റൈറ്റ് ദെൻ അജിത് സ്റ്റെപ്സ് ഇൻ ടു ദ റൂം ആഫ്റ്റർ ഫിനിഷിങ് ഹിസ് ലഷർലി സൺഡേ ബാത്ത്. എന്തായാലും നൊമിത ഇങ്ങനെയൊക്കെ ആലോചിച്ചിരിക്കുന്ന അതേ സമയത്ത് തന്നെയാണ് അജിത് സ്റ്റെപ്സ് ഇൻ ടു ദ റൂം, അജിത്ത് മുറിയിലേക്ക് കടന്നു വരുന്നത്. ആഫ്റ്റർ ഫിനിഷിങ് ഹിസ് ലഷർലി സൺഡേ ബാത്ത്, നേരത്തെ പറഞ്ഞിരുന്നല്ലോ സൺഡേ മോർണിംഗ് ആണെന്ന്. അപ്പോൾ ഈ സൺഡേ മോർണിംഗിലുള്ള വിശാലമായിട്ടുള്ള കുളിയൊക്കെ കഴിഞ്ഞ് അജിത്ത് റൂമിലേക്ക് കടന്നു വന്നത് ഈ സമയത്താണ്. നൊമിത എങ്ങനെ ഇരിക്കുക, ദേഷ്യം കൊണ്ട് ഇങ്ങനെ തിളച്ച് മറിഞ്ഞിരിക്കുകയാണല്ലേ. കത്ത് പൊട്ടിച്ച് വായിച്ചിട്ട് അവൾക്ക് കൊടുക്കാതിരുന്നതിൽ അജിത്തിനോടുള്ള ദേഷ്യം, അവളെ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എപ്പോഴും ബഗ് ചെയ്ത് കത്തുകൾ എഴുതുന്ന അമ്മയോടുള്ള ദേഷ്യം ഒക്കെ ആയിട്ടിരിക്കുകയാണ് നൊമിത. നൊമിതാസ് ഷാർപ്പ് ഇൻഡിഗ്നേഷൻ അറ്റ് ദ ഇൻസൾട്ട്സ് simmering all this while seems to want to dash itself violently against him. നൊമിതയുടെ ആ ഒരു കഠിനമായ ദേഷ്യം ഉണ്ടായിരുന്നല്ലോ, ആ അപമാനത്തിൽ നിന്ന് അവൾക്കുണ്ടായ ദേഷ്യം, അത് സിമ്മറിങ് ഓൾ ദിസ് വൈൽ, ഈ സമയം മുഴുവനും ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ദേഷ്യം ഇങ്ങനെ അരിച്ചു കയറിക്കൊണ്ടിരിക്കുകയായിരുന്നു അവൾക്ക്. അങ്ങനെയായിരുന്ന അവളുടെ ആ അവസ്ഥയിൽ സീംസ് ടു വോണ്ട് ടു ഡാഷ് ഇറ്റ് സെൽഫ് വയലൻ്റ്ലി എഗൻസ്റ്റ് ഹിം. തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ടും ആ ദേഷ്യം അജിത്തിന് നേരെ പ്രയോഗിക്കാനാണ് അവൾക്ക് തോന്നിയത്. അപ്പോൾ അങ്ങനെ ഒരു പ്രേരണയാണ് അവൾക്ക് അപ്പോഴുണ്ടായത്. നൊമിത റോസ് ഔട്ട്, അവൾ ഉച്ചത്തിൽ അലറി വിളിച്ചാണ് ചോദിച്ചത്, വെൻ ഡിഡ് ദിസ് ലെറ്റർ അറൈവ്, എപ്പോഴാണ് ഈ കത്ത് വന്നത് എന്ന് വളരെ ദേഷ്യത്തിൽ നൊമിത അജിത്തിനോട് അന്വേഷിക്കുന്നു. അജിത് ഗ്ലാൻസസ് അറ്റ് ഹെർ ഒബ്ലിക്ലി എസ്റ്റിമേറ്റിംഗ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഹിസ് എറർ. ചോദ്യം കേട്ടതും അജിത്ത് ഗ്ലാൻസസ് അറ്റ് ഹെർ ഒബ്ലിക്ലി, അജിത്ത് അവളെ ഒന്ന് ചരിഞ്ഞു നോക്കി. എസ്റ്റിമേറ്റിംഗ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഹിസ് എറർ, അയാൾ കാണിച്ച ആ മിസ്റ്റേക്കിൻ്റെ ദിശ എന്താണ്, അതായത് കത്ത് അവൾക്ക് കൊടുക്കാതിരിക്കുക, പൊട്ടിച്ച് വായിച്ച് പോക്കറ്റിൽ അലക്ഷ്യമായിട്ട് വലിച്ചെറിഞ്ഞ് അവളെ അതിനെക്കുറിച്ച് ഇൻഫോം ചെയ്യാതിരിക്കുക എന്ന അതൊരു മിസ്റ്റേക്ക് തന്നെയാണെന്ന് അയാൾക്കറിയാം. അപ്പോൾ അങ്ങനെ അയാൾ ചെയ്ത ആ മിസ്റ്റേക്കിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താണ്, ഇവൾ എന്ത് ഭാവത്തിലാണ് എന്നറിയാനായിട്ട് അവളെ ഒന്ന് നോക്കി. Another handful of cash for this, he had thought, and decided not to give the letter to Nomida. He was going to tear it up and throw it away. He has made a big mistake. അപ്പോൾ അമ്മയുടെ ഈ കത്ത് വരുന്ന സമയത്ത് he had thought, അയാൾ ചിന്തിച്ചിരുന്നത് ഇങ്ങനെയായിരുന്നു, another handful of cash for this, ഇനി ഇതിന് കുറേ കൂടി പണം ചിലവാക്കണം എന്നാണ് അയാൾ അമ്മയുടെ കത്ത് കണ്ടപ്പോൾ ചിന്തിച്ചത്. ആൻഡ് ഡിസൈഡഡ് നോട്ട് ടു ഗീവ് ദ ലെറ്റർ ടു നൊമിത, അതുകൊണ്ട് തന്നെ നൊമിതയ്ക്ക് കത്ത് കൊടുക്കണ്ട എന്ന തീരുമാനത്തിലായിരുന്നു അജിത്ത്. ഹി വാസ് ഗോയിങ് ടു ടിയർ ഇറ്റ് അപ്പ് ആൻഡ് ത്രോ ഇറ്റ് അവേ. അതുകൊണ്ട് അതെന്ത് ചെയ്താൽ മതി, അതിനെ വലിച്ചേറി ദൂരെ എറിഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെ വലിച്ചേറി കളയുക എന്ന ഉദ്ദേശത്തിലാണ് അജിത്ത് പൊട്ടിച്ച് വായിച്ചിട്ട് പോക്കറ്റിനകത്ത് ചുരുട്ടി ഇട്ടത്. അപ്പോൾ അപ്പോഴത്തെ ഒരു തിരക്കുണ്ടോ പറ്റോ അയാൾക്കത് കീറി കളയാൻ പറ്റിയില്ല. ആൻഡ് ഹി വാസ് ഗോയിങ് ടു ടിയർ ഇറ്റ് അപ്പ് ആൻഡ് ത്രോ ഇറ്റ് അവേ. ഹി ഹാസ് മെയ്ഡ് എ ബിഗ് മിസ്റ്റേക്ക്. ചെയ്തത് ഒരു വലിയ അബദ്ധമായിപ്പോയി, മറന്നുപോയി, എടുത്ത് കളയാനായിട്ട് മറന്നുപോയി. അങ്ങനെ വലിച്ചു കയറി കളയണം എന്ന് കരുതിയിരുന്ന കാര്യമാണ് പോക്കറ്റിനകത്ത് കിടന്ന് അവളുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത്. വലിയൊരു അബദ്ധമായിപ്പോയി എന്നാണ് അയാൾ ചിന്തിച്ചത്. നോട്ട് ദാറ്റ് അജിത്ത് ഈസ് ഗോയിങ് ടു ഫീൽ അബാഷ്ഡ് അബൌട്ട് ദാറ്റ്. ഒരിക്കലും അജിത്തിന് അയാൾ ചെയ്ത ആ പ്രവൃത്തിയിൽ അപമാനമൊന്നും തോന്നണില്ല. ഞാൻ ചെയ്തത് ശരിയാണ് എന്ന് തന്നെയാണ് അയാൾ വിശ്വസിക്കുന്നത്. ഞാൻ ചെയ്തത് മോശമായിപ്പോയി, അല്ലെങ്കിൽ അയ്യോ അവൾക്ക് വന്ന കത്താണ്, അമ്മയുടെ കത്താണ്, അത് കൊടുക്കാമായിരുന്നു, അത് കൊടുക്കാതെ ഞാനിങ്ങനെ ചെയ്തത് മോശമായിപ്പോയി, അവളുടെ മുന്നിൽ ഞാനിനി എന്താ മറുപടി പറയുക എന്ന ചിന്തയൊന്നുമില്ല അജിത്തിന്. അജിത്ത് ശരിക്കും എൻ്റെ ഭാഗം ക്ലിയറാണ് എന്ന ചിന്താഗതിയോടുകൂടി തന്നെയാണ് നിൽക്കുന്നത്. As though trying hard to remember, he says, "Letter? What letter? Oh, yes, indeed, there was a letter from your mother. I just had got around to giving it to you." അപ്പോൾ ഇനി അവളുടെ മുന്നിൽ
ഒന്ന് അഭിനയിക്കണം അല്ലേ? ഈ കത്തിനെക്കുറിച്ച് എന്തായാലും അവളത് കണ്ടുപിടിച്ച് കഴിഞ്ഞല്ലോ. അപ്പോൾ പിടിക്കപ്പെട്ട സ്ഥിതിക്ക് ഇനിയിപ്പോൾ ആ സന്ദർഭത്തിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാനുള്ള മാർഗ്ഗമാണ് നോക്കേണ്ടത്. അസ് ടു ട്രൈ ഹാർഡ് ടു റിമെമ്പർ, ഓർത്തെടുക്കാൻ കഠിനമായിട്ട് പരിശ്രമിക്കുന്നത് പോലെ മുഖഭാവമൊക്കെ കാണിച്ചുകൊണ്ട് അയാൾ ചോദിച്ചു, ലെറ്റർ, കത്തോ? ഏത് കത്ത്? ഓ യെസ്, എനിക്ക് ഓർമ്മയുണ്ട്. ഇൻഡീഡ് ദർ വാസ് എ ലെറ്റർ ഫ്രം യുവർ മദർ. അയ്യോ, നിൻ്റെ അമ്മയുടെ ഒരു കത്തുണ്ടായിരുന്നു. ഐ ജസ്റ്റ് ഹാഡ്ന്റ് ഗോട്ട് അറൗണ്ട് ടു ഗിവിങ് ഇറ്റ് ടു യു. അയ്യോ, ഞാനത് മറന്നുപോയി. അത് നിനക്ക് തരണം എന്ന് വിചാരിച്ചിട്ട് ഞാനത് മറന്നുപോയതാണ്. അപ്പോൾ നിൻ്റെ അമ്മയുടെ ഒരു കത്ത് വന്നിട്ടുണ്ടായിരുന്നു. അയ്യോ, ഞാനത് മറന്നുപോയല്ലോ. വൈ ഹാഡ്ന്റ് യു ഗോട്ട് അറൗണ്ട് ടു ഇറ്റ്? വൈ ആൻസർ മീ, വൈ ഹാഡ്ന്റ് യു ഗോട്ട് അറൗണ്ട് ടു ഇറ്റ്? നമിത അതേ ദേഷ്യത്തിൽ തന്നെയാണ് പ്രതികരിക്കുന്നത്. അവൾ ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങളത് മറന്നുപോയത്? മറുപടി വേണം എനിക്ക്. എന്തുകൊണ്ടാണ് നിങ്ങൾ ആ കത്ത് മറന്നുപോയത്, എനിക്ക് തരാൻ മറന്നുപോയത്? വാട്ട് എ നോയ്സൻസ്, അജിത് സേസ്. ഐ ഹാഡ് ഫർഗട്ടൺ. വൈ എൽസ്? അജിത്ത് പറഞ്ഞു, എന്തൊരു ശല്യമാണ്, ഞാനങ്ങ് മറന്നുപോയി. അല്ലാതെ എന്താ, മറന്നുപോയി എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ലയർ. നോമിത ഹിസസ് ലൈക്ക് എ സ്നേക്ക്. ഒരു പാമ്പിനെ പോലെ ചീറുന്ന സ്വരത്തിലാണ് നോമിത പറഞ്ഞത്. നുണയാണ് പറയുന്നതെന്ന് അറിയാമല്ലോ. കാരണം കത്ത് തരാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നതാണെങ്കിൽ ഇരിക്കുന്ന രൂപവും ചുരുട്ടി കൂട്ടിയിട്ടിരിക്കുന്നതും കണ്ടാൽ തിരിച്ചറിയില്ലേ? അപ്പോൾ എന്തായാലും നുണ പറയുകയാണ് എന്ന് അവൾക്ക് മനസ്സിലായി കഴിഞ്ഞു. വൈ ആർ യു സേയിങ് വാട്ട് എവർ കംസ് ടു യുവർ മൗത്ത്? ഡോണ്ട് പീപ്പിൾ ഫർഗെറ്റ്? അജിത്ത് ചോദിച്ചു, വൈ ആർ യു സേയിങ് വാട്ട് എവർ കംസ് ടു യുവർ മൗത്ത്? വായി തോന്നുന്നതൊക്കെ വിളിച്ചു പറയുകയാണോ? ഡോണ്ട് പീപ്പിൾ ഫർഗെറ്റ്? ആൾക്കാർ മറന്നു പോവാറില്ലേ? മറവി ഉണ്ടാവില്ലേ ആൾക്കാർക്ക്? നോ, ദേ ഡോണ്ട്. വൈ ഡിഡ് യു ഓപ്പൺ മൈ ലെറ്റർ? നമിത പറഞ്ഞു, ഇല്ല, അങ്ങനെ ആവശ്യമുള്ള കാര്യങ്ങളൊന്നും ആരും മറന്നു പോവില്ല. വൈ ഡിഡ് യു ഓപ്പൺ മൈ ലെറ്റർ? എന്തിനാ എൻ്റെ കത്ത് തുറന്നു വായിച്ചത്? ദിസ് ചാർജ് അജിത് ട്രൈസ് ടു സ്കാറ്റർ ടു ദ വിൻഡ്സ്. ഈ ഒരു ആരോപണം കാറ്റിൽ പറത്താനാണ്, നിസ്സാരമായിട്ട് തള്ളിക്കളയാനാണ് അജിത്ത് ശ്രമിച്ചത്. വാട്ട് ഇഫ് ഐ ഓപ്പൺഡ് ഇറ്റ് മൈ ഓൺ വൈഫ്സ് ലെറ്റർ? വളരെ നിസ്സാരമായിട്ട് അജിത്ത് ചോദിച്ചു, തുറന്ന് വായിച്ചാൽ എന്താ? എൻ്റെ ഭാര്യയ്ക്ക് വന്ന കത്തല്ലേ, ഞാനത് തുറന്നു വായിച്ചാൽ എന്താ, പൊട്ടിച്ചാൽ എന്താ കുഴപ്പം? ബി ക്വയറ്റ്, ഐ ടെൽ യു. ഫോർ വാട്ട് റീസൺ ഷുഡ് യു ഓപ്പൺ മൈ ലെറ്റേഴ്സ്? ഹാവൻറ്റ് ഐ ടോൾഡ് യു 1000 times നോട്ട് ടു? നമിത പറഞ്ഞു, വേണ്ട, ഞാൻ പറഞ്ഞിട്ടുണ്ട്, പലതവണ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. നിങ്ങളെന്തിനാ എൻ്റെ കത്ത് പൊട്ടിച്ച് വായിച്ചത്? എൻ്റെ കാരണം എന്താ? ഹാവൻറ്റ് ഐ ടോൾഡ് യു 1000 times നോട്ട് ടു? അങ്ങനെ എനിക്ക് വരുന്ന കത്ത് പൊട്ടിച്ച് വായിക്കരുത് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ? അപ്പോൾ നമിത നിർബന്ധപൂർവ്വം പറയുവാണ്, തനിക്ക് അഡ്രസ്സ് ചെയ്തിരിക്കുന്ന കത്തുകളൊന്നും പൊട്ടിച്ച് വായിക്കാൻ പാടില്ല എന്ന്. അങ്ങനെ പൊട്ടിച്ച് വായിക്കരുത് എന്ന് പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. അജിത് ഡസൻറ്റ് ഫിയർ നമിതാസ് ആങ്കർ, ഹി ഫിയേഴ്സ് എ റോ. അപ്പോൾ അവൾ ഇത്രയും ദേഷ്യത്തിലാണ് എന്ന് കാണുമ്പം അജിത് ഡസൻറ്റ് ഫിയർ നമിതാസ് ആങ്കർ, നമിതയുടെ ദേഷ്യത്തിലൊന്നും അയാൾക്ക് വലിയ ഭയമൊന്നും തോന്നിയില്ല. അയാൾ ഭയക്കുന്നത് ഒരു വഴക്കുണ്ടാകുന്നതിനെയാണ്. കാരണം എല്ലാവരും കേൾക്കുമല്ലോ, പുറത്തൊക്കെ അറിയില്ലേ, ഫാമിലി ഒരു ജോയിൻറ്റ് ഫാമിലി ആണെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും കേൾക്കുന്നതിൻ്റെ ഒരു നാണക്കേടൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ ഒരു ഭയം മാത്രമേ അയാൾക്കുള്ളൂ. സോ ഹി സ്മൈൽസ് ആൻ അഫക്റ്റഡ് സ്മൈൽ ആൻഡ് സേസ്. അതുകൊണ്ട് തന്നെ അയാൾ വളരെ സ്നേഹം ചാലിച്ച ഒരു ചിരിയൊക്കെ ചിരിച്ചിട്ട് പറഞ്ഞു, ഇഫ് യു ആർ ഫർബിഡിങ് ഇറ്റ് ദെൻ ഇറ്റ്സ് എ ഡെഫിനിറ്റ് സംതിങ്. ആഹാ, നീ അങ്ങനെ അത് എതിർക്കുകയാണെങ്കിൽ, എന്നോട് കത്ത് പൊട്ടിച്ച് വായിക്കരുത് എന്നെ വിലക്കുകയാണെങ്കിൽ, ദെൻ ഇറ്റ്സ് എ ഡെഫിനിറ്റ് സംതിങ്, അതിലെന്തോ കാര്യമുണ്ട് അല്ലേ? അപ്പോൾ ഒരാൾ നമ്മുടെ പേഴ്സണൽ ലെറ്റർ പൊട്ടിച്ച് വായിക്കരുത് എന്ന് പറയുന്നത് നമ്മുടെ ന്യായമായ അവകാശമാണെങ്കിൽ പോലും ഭർത്താവ് എന്ന അവകാശം വെച്ചുകൊണ്ട് അജിത്ത് പറയാണ്, നിനക്ക് വരുന്ന കത്ത് പൊട്ടിച്ച് വായിക്കരുത് എന്ന് നിൻ്റെ ഭർത്താവായ എന്നോട് ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ അതിനകത്ത് എന്തോ ഉണ്ട്. ഷുഡിൻ്റ് ഐ മേക്ക് ഷുവർ ദാറ്റ് നോ വൺ ഈസ് പാസിങ് യു ലവ് ലെറ്റേഴ്സ് ഇൻ സീക്രട്ട്? വളരെ ഗുരുതരമായൊരു ആരോപണമാണ് അജിത്ത് ഉന്നയിച്ചത്. അയാൾ ചോദിച്ചു, ഇങ്ങനെ നീ നിർബന്ധം പിടിക്കുമ്പം ഷുഡിൻ്റ് ഐ മേക്ക് ഷുവർ, എനിക്ക് തീർച്ച വരുത്തണ്ടേ, ഉറപ്പ് വരുത്തണ്ടേ, ദാറ്റ് നോ വൺ ഈസ് പാസിങ് യു ലവ് ലെറ്റേഴ്സ് ഇൻ സീക്രട്ട്? നിനക്ക് രഹസ്യമായിട്ട് ആരും പ്രണയലേഖനങ്ങളൊന്നും അയച്ചു തരുന്നില്ല എന്നെനിക്ക് ഉറപ്പ് വരുത്തണ്ടേ? അതായത് നിനക്ക് വരുന്നത് ഏതെങ്കിലും ലവ് ലെറ്റേഴ്സ് അല്ല എന്ന് എനിക്ക് ഉറപ്പ് വരുത്തണ്ടേ എന്നൊക്കെ ചിരിച്ച് തമാശയായി ആണ് എന്ന രൂപത്തിലൊക്കെയാണ് അയാൾ അവതരിപ്പിച്ചത്. സ്റ്റോപ്പ് ഇറ്റ്, വാട്ട് എ കോമൺ വൾഗർ മാൻ യു ആർ. ശരിക്കും ഒരു വൈഫ്
അംഗീകരിച്ചു കൊടുക്കുന്ന ഒരു ആരോപണമാണോ? വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമാണ്. അതും പുറത്തുനിന്ന് ആരുമല്ല പറഞ്ഞിരിക്കുന്നത്, അവളുടെ സ്വന്തം ഹസ്ബൻഡ് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് നിനക്ക് ലവ് ലെറ്റേഴ്സ് വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണമെന്ന്. ഇത്രയും സംശയം മനസ്സിൽ വെച്ച് നടക്കുന്ന ഒരു ഭർത്താവിനെ ഒരു കോമൺ വൾഗർ മാൻ എന്നൊക്കെ പറഞ്ഞ് അവളെ അധിക്ഷേപിക്കുന്നതിൽ പിന്നെ തെറ്റൊന്നുമില്ലല്ലോ. അപ്പോൾ അവൾ പറഞ്ഞു, നിർത്ത്, എന്തൊരു വൃത്തികെട്ട മനുഷ്യനാണ് നിങ്ങൾ, എന്ത് വൃത്തികെട്ട ചിന്താഗതിയാണ് നിങ്ങൾക്കുള്ളത്. ആഫ്റ്റർ ദിസ് ഇറ്റ്സ് നോട്ട് പോസിബിൾ ഫോർ അജിത് ടു സ്മൈൽ ഹിസ് ഫേക്ക് സ്മൈൽ എനി ലോങ്ങർ. എന്തായാലും സംഭാഷണം ഇത്രത്തോളം എത്തിയപ്പോഴേക്കും അജിത്തിനെ സംബന്ധിച്ച് അയാൾ മുഖത്തണിഞ്ഞിരുന്ന ആ ഒരു കപടച്ചിരി ഉണ്ടായിരുന്നല്ലോ, ആ ഫേക്ക് സ്മൈൽ, അത് ഇനിയും തുടരാൻ അയാൾക്ക് കഴിയുമായിരുന്നില്ല. സോ നൗ ഹീ ടു പിക്സ് അപ്പ് ദി പോയിസൺഡ് നൈഫ്. അതുകൊണ്ട് തന്നെ അയാളുടെ മൂർച്ചയേറിയ വാചകങ്ങൾ പ്രയോഗിക്കാൻ തുടങ്ങി. പോയിസൺഡ് നൈഫ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, വിഷം പുരണ്ട കത്തിയെന്ന്. അപ്പോൾ മുറിപ്പെടുത്താൻ ഉതകുന്ന വിധത്തിലുള്ള പദപ്രയോഗങ്ങൾ അയാൾ നടത്താൻ തുടങ്ങി. ഹി സേസ്, ഇസ് ദാറ്റ് സോ? ഓ, അങ്ങനെയാണോ? Those who wind day and night and hold out their palms to their son-in-law, they are the high-class people. A dung picker's daughter becomes a queen. And so, അയാൾ പറഞ്ഞു, ഓ, അപ്പോൾ കാര്യങ്ങൾ അങ്ങനെയാണല്ലേ. ഇങ്ങനെ രാത്രിയും പകലുമില്ലാതെ മരുമകൻ്റെ മുന്നിൽ കൈ നീട്ടി യാചിക്കുന്നവർ ഹൈ ക്ലാസ് പീപ്പിളാണത്രേ. ഒരു ഡങ് പിക്കേഴ്സ് ഡോട്ടർ. ഡങ് പിക്കർ എന്ന് പറയുമ്പോൾ ചാണകം പെറുക്കിയെന്നൊക്കെയാണ്. അതൊക്കെ കാണിക്കുന്നത് അവളുടെ ആ ഒരു വളരെ പുവറായിട്ടുള്ള ഫാമിലി ബാക്ക്ഗ്രൗണ്ടിനെ സൂചിപ്പിച്ച് അയാളുടെ കുത്തുവാക്കാണത്. ഡങ് പിക്കേഴ്സ് ഡോട്ടർ ബിക്കംസ് എ ക്യൂൻ. ഇങ്ങനെ പെറുക്കി നടന്നവളുടെ മകള് ഒരു രാജ്ഞിയെ പോലെ ഇവിടെ സുഖിച്ചു വാഴുകയും, അപ്പോൾ യാചിച്ചു കൊണ്ടിരിക്കുന്ന അവരൊക്കെ വലിയ ആൾക്കാരും അങ്ങനെയൊക്കെയാണല്ലേ കാര്യങ്ങൾ എന്നാണ് അയാൾ ചോദിച്ചത്. പരിഹാസം അതിൻ്റെ മൂർധന്യത്തിൽ എത്തിച്ചുകൊണ്ടാണ് അയാൾ ഏറ്റവും മോശപ്പെട്ട രീതിയിലാണ് അവളെ ഇൻസൾട്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഷട്ടപ്പ് നൊമിത യെൽസ്. നൊമിത അലറി വിളിച്ച് വായടയ്ക്കാൻ പറഞ്ഞു. ദ റൂം ഈസ് ഓൺ ദ 3rd floor. ദാറ്റ്സ് എ ബ്ലെസ്സിങ്. അവരുടെ മുറി 3ാമത്തെ നിലയിലാണ്. ശരിക്കും അതൊരു അനുഗ്രഹമായിരുന്നു. അതർവൈസ് വിത്ത് ദാറ്റ് സ്ക്രീം എവ്രിവൺ വുഡ് ഹാവ് കം ടു ലുക്ക്. അല്ലായിരുന്നെങ്കിൽ എന്ത് പറ്റിയേനെ? അവളുടെ ഈ അലർച്ച കേട്ടിട്ട് എല്ലാവരും വന്ന് നോക്കുമായിരുന്നു, ഇതെന്താ ഇവിടെ സംഭവിക്കുന്നതെന്ന് വന്ന് നോക്കുമായിരുന്നു. ഇതിപ്പോൾ 3ാമത്തെ നിലയിൽ മുകളിലൊക്കെ ആയതുകൊണ്ട് ആരും ഒന്നും ഉണ്ടാവില്ല. രാവിലെയാണ്, സ്ത്രീകളൊക്കെ പണിയൊക്കെ ചെയ്യാനായിട്ട് അടുക്കളയിലൊക്കെ പോയിട്ടുണ്ടാകും, പുരുഷന്മാരുമൊക്കെ പുറത്തിറങ്ങിയിട്ടുണ്ടാകും. അപ്പോൾ എന്തായാലും അവിടെ നിന്നും തൊട്ടടുത്ത റൂമിലൊന്നും ആരും ഇല്ലാത്തതുകൊണ്ട് ഇതൊന്നും ആരും ശ്രദ്ധിച്ചില്ല. ഷട്ട് അപ്പ്. അജിത് റോസ് ഔട്ട്. വാട്ട് ഷട്ട് അപ്പ്? ഐ ഡു വാട്ട് ഐ വാണ്ട്, വാട്ട് ഐ പ്ലീസ്. അജിത്തും അതുപോലെ അലറിക്കൊണ്ട് തന്നെ പ്രതികരിച്ചു. വാടയ്ക്കാനോ? ഐ ഡു വാട്ട് ഐ വാണ്ട്, വാട്ട് ഐ പ്ലീസ്. എനിക്ക് ഇഷ്ടമുള്ളത്, എനിക്ക് താല്പര്യം തോന്നുന്നത് എന്താണോ അത് ചെയ്യും ഞാൻ. വാട്ട് വിൽ യു ഡു? നീ എന്ത് ചെയ്യും? കെൻ യു ഡു എനിത്തിങ്? നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഞാൻ എൻ്റെ ഇഷ്ടത്തിന് പ്രവർത്തിക്കും, നിനക്കെന്താ ചെയ്യാൻ പറ്റുക? ഐ കാൺ ഡു എനിത്തിങ്. നമിത ചോദിച്ചു, ഐ കാൺട്ട്, എനിക്ക് കഴിയില്ലേ? ഐ കാൺ ഡു എനിത്തിങ്, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലേ? Almost panting, Nomida pronounces each word clearly. You want to see if I can do anything. Nomida കിതച്ചുകൊണ്ട് ഓരോ വാക്കും വളരെ കൃത്യമായിട്ടാണ് ഉച്ചരിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് കാണണം, എനിക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്ന് നിങ്ങൾക്ക് കാണണം അല്ലേ? ആൻഡ് ഇമ്മീഡിയറ്റ്ലി ഷി ഡസ് സംതിങ് ദാറ്റ്സ് അസ്റ്റോണിഷിങ്. എന്നിട്ട് വളരെ പെട്ടെന്ന് വളരെ ഞെട്ടിക്കുന്ന ഒരു പ്രവൃത്തിയാണ് നൊമിതയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഷി ഗ്രാബ്സ് അജിത്സ് മാച്ച് ബോക്സ് ദാറ്റ്സ് ലൈങ് നിയർ ഹിസ് സിഗരറ്റ്സ് ഓൺ ദ ടേബിൾ ആൻഡ് ഷി ലൈറ്റ്സ് എ മാച്ച് സ്റ്റിക്ക് ആൻഡ് ടച്ചസ് ഇറ്റ് ടു ഹെർ സാരി. നൊമിത വളരെ പെട്ടെന്ന് ടേബിളിൻ്റെ പുറത്ത് അയാളുടെ സിഗരറ്റിന് സമീപത്തായിട്ട് കിടക്കുകയായിരുന്ന മാച്ച് ബോക്സിങ് എടുത്തു, തീപ്പെട്ടി കൊള്ളി ഉരസി കത്തിച്ചു. അത് തീ കത്തിയ ഉടനെ അവളത് എവിടേക്കാണ്? ലൈറ്റ്സ് എ മാച്ച് സ്റ്റിക്ക് ആൻഡ് ടച്ചസ് ഇറ്റ് ടു ഹെർ സാരി. അവളുടെ സാരിയിലേക്ക് തീ കൊളുത്തുകയും ചെയ്തു. ഇൻസ്റ്റൻ്റ്ലി ഇറ്റ് ഫ്ലയേഴ്സ് അപ്പ്. സ്വാഭാവികമായിട്ട് സാരിയുടെ തുമ്പത്ത് തീ കൊളുത്തി കഴിഞ്ഞാൽ അത് വളരെ പെട്ടെന്ന് ആളിപ്പടരും. ആൻഡ് ദ വെരി ഫൈൻ ആഞ്ചൽ ഓഫ് എ വെൽത്തി വൈഫ്സ് സാരി. അത് മോശപ്പെട്ട സാരിയൊന്നുമല്ല. നൊമിതയുടെ
തീരെ ദരിദ്രമായ ചുറ്റുപാടിൽ നിന്ന് കൊണ്ടുവന്ന കൂറ സാരിയൊന്നും അല്ല അത്. പിന്നെയോ ദ വെരി ഫൈൻ ആഞ്ചൽ ഓഫ് എ വെൽത്തി വൈഫ്സ് സാരി. ഒരു വെൽത്തി വൈഫിൻ്റെ സാരി എന്ന് പറയുമ്പോൾ വളരെ വില കൂടിയതായിരിക്കും അല്ലേ. അങ്ങനെ ഒരു സാരിയുടെ ആഞ്ചൽ എന്ന് പറഞ്ഞാൽ തോളത്ത് കൂടി താഴേക്കിടുന്ന ഭാഗം, മുന്താണി, സാരിയുടെ ആ തുമ്പത്ത് അവിടെയാണല്ലോ കത്തിക്കാൻ എളുപ്പം. അപ്പോൾ ആ തുമ്പ് പിടിച്ചിട്ട് അവൾ കത്തിച്ചിരിക്കുന്നത്, ആ സാരി തുമ്പിൽ തീ ഇങ്ങനെ പടർന്ന് പിടിക്കാൻ തുടങ്ങി. ദ വെരി നെക്സ്റ്റ് ഇൻസ്റ്റൻറ്റ് Ajit, have you gone mad? He says and jumps to her side and grabs the burning patch and slaps it between his hands and puts out the fire. തൊട്ടടുത്ത നിമിഷത്തിൽ തന്നെ തീ ഇങ്ങനെ കത്തുന്നത് കണ്ടതും അജിത്ത് എന്ത് ചെയ്തു? ഹാവ് യു ഗോൺ മാഡ്, നിനക്ക് ഭ്രാന്തായോ എന്ന് ചോദിച്ചുകൊണ്ട് ജംപ്സ് ടു ഹെർ സൈഡ്, അവളുടെ അടുത്തേക്ക് ചാടി വീഴുകയും 2 കൈകൾക്കുമുള്ളിൽ ആ സാരിത്തുമ്പ് ഒതുക്കി പിടിച്ച് ഒരസി തീ അണച്ചു കളയുകയും ചെയ്തു. കത്താൻ തുടങ്ങുന്നല്ലേ ഉള്ളൂ, അപ്പോൾ പെട്ടെന്ന് തല്ലിക്കെടുത്തിയാൽ കെട്ടുപോകുമല്ലോ. അങ്ങനെ വളരെ പെട്ടെന്ന് അയാൾ ആ സാരിത്തുമ്പിങ്ങനെ ചേർത്ത് പിടിച്ച് തീ കെടുത്തി കളഞ്ഞു. ആൻഡ് ടു ടെൽ ദി ട്രൂത്ത് നൗ ഹിസ് എ ലിറ്റിൽ അഫ്രൈഡ്. സത്യം പറയുവാണെങ്കിൽ ശരിക്കും അയാളിപ്പോൾ ഒരല്പം ഭയന്നു പോയി. ഇവൾ ഇങ്ങനെ പ്രതികരിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഹി ലുക്സ് ഫിയർഫുള്ളി അറ്റ് നൊമിതാസ് ഫേസ്. ഭയത്തോടു കൂടി തന്നെയാണ് അവളുടെ മുഖത്തേക്ക് നോക്കിയതും. Sees a fire burning there, bright blazing red. അവളുടെ മുഖത്ത് അയാൾ എന്താ കാണുന്നത്? ബേണിംഗ് ഫയർ ദയർ. ജ്വലിക്കുന്ന തീയാണ്, കോപത്തിൻ്റെ അഗ്നിയാണ് ജ്വലിക്കുന്നതല്ലേ, വളരെ ബ്രൈറ്റായിട്ട്. ബ്ലേസിങ് റെഡ്, ചുവന്ന ആ കോപത്തിൻ്റെ ജ്വാല അയാളവിടെ കാണുന്നു. He doesn't have the courage to put out that fire by slapping it between his hands. തീർച്ചയായിട്ടും സാരിത്തുമ്പത്തെ തീ കൈകൊണ്ട് അടിച്ചു കെടുത്തിയതുപോലെ അവളുടെ മുഖത്ത് ജ്വലിക്കുന്ന കോപാഗ്നിയെ വളരെ എളുപ്പത്തിൽ കെടുത്തിക്കളയാൻ അയാൾക്ക് കഴിയില്ല. അതിന് കൈകൊണ്ട് അതിനെ തല്ലിക്കെടുത്താനുള്ള ധൈര്യം അയാൾക്കുണ്ട്. വളരെ നിസ്സാരമായിട്ട് തന്നെ തല്ലിക്കെടുത്താനുള്ള ധൈര്യം അയാൾക്കുണ്ടായില്ല. സോ ഹി ട്രൈസ് ടു പോർ വാട്ടർ ഓൺ ഇറ്റ്. അപ്പോൾ തീ ആളിക്കത്തി കഴിഞ്ഞാൽ പിന്നെ തീ കെടുത്താൻ എന്താ ചെയ്യുക? ടു പോർ വാട്ടർ ഓൺ ഇറ്റ് അല്ലേ. ആ സന്ദർഭത്തെ ഒന്ന് ലഘൂകരിക്കാനായിട്ട് അയാൾ ശ്രമിച്ചു. വിത്ത് ഗ്രേറ്റ് ഡിഫിക്കൽറ്റി ഹി അറ്റംപ്റ്റ്സ് ടു സ്പീക്ക് നോർമലി. വളരെ പ്രയാസപ്പെട്ടിട്ടാണെങ്കിലും നോർമലായിട്ട് സംസാരിക്കാൻ അയാൾ ശ്രമിച്ചു. യു ലോസ് ഓൾ കോമൺ സെൻസ് വെൻ യു ഗെറ്റ് ആംഗ്രി ഡോണ്ട് യു? ഓ, ദേഷ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ നിനക്ക് എല്ലാ കോമൺ സെൻസും നഷ്ടപ്പെട്ടു പോകും അല്ലേ. എ വുമൻ ആൻഡ് സച്ച് ആങ്കർ. ഓഫ്, ഒരു സ്ത്രീയാണ് എന്നിട്ട് എന്തൊരു ദേഷ്യമാണ് എന്നൊക്കെ പറഞ്ഞ് ആ സന്ദർഭം ഒന്ന് ലഘൂകരിക്കാനായിട്ട്, ആ ദേഷ്യത്തെയൊക്കെ ഒന്ന് തണുപ്പിക്കാനായിട്ട് അയാൾ ശ്രമിച്ചു. Who knows what Nomita would have said next? But right then, her niece Rini steps into the room. ഇത്രയുമൊക്കെ എത്തുമ്പം ഹു നോസ്, ആർക്കറിയാം, വാട്ട് നൊമിത വുഡ് ഹാവ് സെറ്റ് നെക്സ്റ്റ്, അവൾ ഇനി എന്താ പറയുമായിരുന്നത് എന്നെങ്ങനെ അറിയാം? കാരണം അവൾക്ക് പറയാൻ പറ്റിയില്ല. എന്തുകൊണ്ടാണ്? ബട്ട് റൈറ്റ് ദെൻ, അതേ സമയമാണ് ഹർ നീസ് റിനി സ്റ്റെപ്സ് ഇൻ ടു ദി റൂം. അവളുടെ അനന്തിരവളായ നീസ്, അനന്തിരവൾ ശേഷാറി, അപ്പോൾ അനന്തിരവളായ റിനി ആ റൂമിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ ഈ പെൺകുട്ടി അകത്തേക്ക് കടന്നു വന്നത് കാരണം ഈ സംഭാഷണത്തിന് അവിടെ ഒരു അന്ത്യം ഉണ്ടാകുകയാണ് ചെയ്തത്. കാരണം നമ്മുടെ നൊമിതയ്ക്ക് മറുപടി പറയാൻ പറ്റിയില്ല. അല്ലെങ്കിൽ അവൾ എന്ത് പറയുമായിരുന്നു എന്ന് ആർക്കാ അറിയുന്നത്. അപ്പോൾ അത് അവൾക്ക് പറയാനുള്ള സന്ദർഭം അവിടെ ഉണ്ടായില്ല എന്നാണ് പറയുന്നത്. സോ നമുക്ക് ബാക്കി ഭാഗം അടുത്ത ദിവസം നോക്കാമെന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്കിപ്പോൾ ഫിനിഷ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.